ഗുരുദേവ പാദങ്ങളിൽ സാഷ്ടാംഗപ്പെടാം. എല്ലാവർക്കും എൻ്റെ പ്രണാമം. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തത് നിത്യാനിത്യ വിവേകം, ബോധം, ജഡം എന്നിങ്ങനെ രണ്ട് ഘടകങ്ങളെ നിലനിൽപ്പിന് കാണാനുള്ളൂ. ബോധം നിത്യം, ജഡം അനിത്യം. ബോധം സത്യം, ജഡം അസത്യം. ബോധം ഉണ്ടാകുന്നതല്ല, ജീർണിക്കുന്നതല്ല, നശിക്കുന്നതല്ല, ആനന്ദസ്വരൂപമായ സത്യം. ആ സത്യം നമ്മുടെ എല്ലാം ഉള്ളിൽ ഞാനുണ്ട് ഞാനുണ്ട് എന്നിങ്ങനെ യാതൊരു മാറ്റവുമില്ലാത്ത സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. നേരെ മറിച്ച് ഉണ്ടായി ജീർണിച്ച് നശിക്കുന്നതാണ് ജഡം. ജഡത്തിന് ഞാനുണ്ട് എന്ന ഉണ്മ അനുഭവമില്ല. അതുകൊണ്ട് തന്നെ ജഡത്തിന് ജഡം ഇല്ല. അതുകൊണ്ട് ജഡത്തിന് ജഗത്തുമില്ല. ബോധം ഉണ്ടെന്ന് തീരുമാനിച്ചാൽ ജഡമുണ്ട്, ബോധം ഉപേക്ഷിച്ചാൽ ജഡം ഇല്ല. നേരെമറിച്ച് ജഡമെല്ലാം വിട്ടുപോകുമെങ്കിൽ ബോധം സൂര്യതുല്യം ആനന്ദസ്വരൂപമായി ബാക്കി നിൽക്കും. അതോടുകൂടി ഞാൻ ജനിക്കുന്നില്ല, ജീർണിക്കുന്നില്ല, മരിക്കുന്നില്ല എന്നൊക്കെ പൂർണ്ണ ബോധ്യം വരികയും ചെയ്യും. ഇതാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത കാര്യത്തിൻ്റെ ചുരുക്കം. ഇന്ന് നമുക്ക് ഒന്നാം പദ്യത്തിൻ്റെ അർത്ഥം സാമാന്യമായി ഒന്ന് മനസ്സിലാക്കാം. എന്നിട്ട് അതിലെ ഒരു പ്രത്യേക അംശം വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്യാം. നിത്യാനിത്യ വിവേകത്തോഹി, നിത്യവും അനിത്യവും വ്യക്തമായി വേർതിരിച്ചറിയുക. എന്നിട്ട് നിതരാം നിർവേദമാപദ്യ, ജഡ വിഷയങ്ങളെ നിർവേദം ഉണ്ടായി ജീർണിച്ച് നശിച്ച് വീണ്ടും ഉണ്ടായി ജീർണിച്ച് നശിക്കുന്ന ജഡ വിഷയങ്ങളെ ആസ്പദമാക്കി ജീവിതം ധന്യമാക്കാമെന്ന് ഒരിക്കലും കരുതരുത്. അതാണ് നിർവേദം. കാര്യം സ്പഷ്ടമല്ലേ? സ്വന്തം ശരീരമായാലും മറ്റു ശരീരങ്ങളായാലും ജഡസാമഗ്രികളായാലും കമ്പ്യൂട്ടർ വരെയുള്ള ജഡസാമഗ്രികളായാലും ഉണ്ടായി ജീർണിച്ച് നശിക്കുന്നു. സൂര്യചന്ദ്രന്മാർ പോലും ഉണ്ടായി ജീർണിച്ച് നശിക്കുന്നു. ഭൂമിയൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിവേഗം നാശത്തോടടുക്കുന്നു എന്നാണ് ആധുനിക ശാസ്ത്രം തന്നെ പറയുന്നത്. സൗരയൂഥങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പം ഈ ഭൂമി നശിച്ചാലും സാരമില്ല, വേറെ ആയിരം ഭൂമികൾ പുതുതായിട്ടുണ്ടോ? ഇപ്പോൾ ആധുനിക ശാസ്ത്രം പറയുന്നത് പുതിയ പുതിയ ഗാലക്സീസ് എവിടെ നിന്നോ പ്രത്യക്ഷപ്പെടുന്നതാണ്. പുതിയ പുതിയ താരാപഥങ്ങൾ, സൗരയൂഥങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഒരു വശത്ത് നശിക്കുന്നു. മനുഷ്യരെ പോലെ തന്നെ കുറച്ച് കാലദൈർഘ്യം എന്നൊക്കെ പറയുന്ന ഭ്രമം ഉണ്ടെന്ന് മാത്രം. ചിലപ്പോൾ ഈ ലോകത്ത് എത്ര ജനസംഖ്യയുണ്ടോ അതിനേക്കാൾ എത്രയോ അധികം സൂര്യന്മാരും ചന്ദ്രന്മാരും ഉണ്ടാവാം എന്നാണ് ആധുനിക ശാസ്ത്രം. വേദാന്തം പണ്ടേ ബ്രഹ്മാണ്ഡ കോടികൾ നിലവിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സൂര്യനായാലും അമീബയായാലും മനുഷ്യനായാലും മൃഗമായാലും ജഡം ഇല്ലാതിരുന്നിട്ടുണ്ടെന്ന് തോന്നി, ഉണ്ടെന്ന് തോന്നുന്ന നിമിഷം മുതൽ ജീർണിക്കുന്നു. ഒരു ഘട്ടം വരുമ്പോൾ ഇല്ലാതാവും. ഈ ജഡദൃശ്യം ഏത് ജീവിതത്തെയാണ് ധന്യമാക്കാൻ പോകുന്നത്? ഇതിൻ്റെ സ്വഭാവം മാറ്റാനൊക്കില്ല. ജഡങ്ങളുടെ സ്വഭാവം ജഡങ്ങൾക്ക് നിത്യം. ബോധത്തിൻ്റെ സ്വഭാവം ബോധത്തിന് നിത്യം. ബോധം ജനിക്കുന്നതല്ല, ജീർണിക്കുന്നതല്ല, മരിക്കുന്നതല്ല. അതെന്നും ഒന്ന് ഉണ്ട് എന്നനുഭവിച്ചുകൊണ്ട് സ്ഥിതി ചെയ്യുന്നു. ഇതാർക്ക് മാറ്റാൻ കഴിയും? അതുപോലെ ജഡം ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരുടെ ജഡമായാലും ശരി, ഉണ്ടാകുന്നു, ജീർണിക്കുന്നു, നശിക്കുന്നു, വീണ്ടും ഉണ്ടാകുന്നു. ഇതൊരു ആവർത്തനം ആണെന്നാണ് പറയുന്നത്. ഇന്ദ്രജാല ആവർത്തനം. ആ ബ്രഹ്മഭുവനാലോക പുനരാവർത്തിനോ അർജുന. അർജുന, ബ്രഹ്മാവ് മുതൽ
ഈ ജഡലോകം ആവർത്തിക്കുന്നു. ഒരേ ജഡങ്ങൾ, നാമരൂപങ്ങൾ, ഈ ആഭരണ നാമരൂപങ്ങൾ പോലെ പ്രത്യക്ഷപ്പെടുന്നു, മറയുന്നു. ഗുരുദേവൻ ഇതാവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. കടലിലെഴും തിര പോലെ കായം ജഡം ഓരോന്നുടനുടൻ ഏറി ഉയർന്ന് അമർത്തിടുന്നു. പ്രത്യക്ഷപ്പെടുന്നു, കുറച്ചു നാളുണ്ടെന്ന് തോന്നുന്നു, അമർന്നിടുന്നു, ഇല്ലാതാകുന്നു. മുടിവിധിനെന്ന് ഇതനാദിയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇന്ദ്രജാലം. എന്തുകൊണ്ടിത് ഇന്ദ്രജാലം എന്ന് പറയുന്നു? അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ എന്തിനിതൊക്കെ? ആരുടെ ആവശ്യത്തിനാണ്? ഈ ചോദ്യത്തിനൊന്നും ഉത്തരവില്ല. അതുകൊണ്ടാണ് ഇന്ദ്രജാലം. വാസ്തവത്തിൽ ഇതുണ്ടായിട്ടില്ല. മരുഭൂമിയിൽ കാനൽ ജലം കാണും പോലെ ഇങ്ങനെ ആവർത്തിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നു. കടലിലെഴും തിര പോലെ കായം ഓരോന്നുടനുടനേറി ഉയർന്നമർന്നിടുന്നു. മുടിവിതിനെങ്ങ് ഇതെവിടെ അവസാനിക്കാൻ? ഈ ഭ്രമം വസ്തുബോധം വരുമ്പോൾ അവസാനിക്കും. അതായത് പൂർണ്ണ ബോധ സാക്ഷാത്കാരത്തിൽ ഈ ഭ്രമം അവസാനിക്കും. മരുഭൂമിയെ വ്യക്തമായി വേർതിരിച്ച് കടന്നു ചെന്ന് പരിശോധിച്ചാൽ കാനൽ ജലം അവസാനിക്കും. അതുവരെ കാനൽ ജലം കണ്ടുകൊണ്ടിരിക്കുന്നു. മുടിവിതിനെങ്ങിതു ഹന്ത, ആശ്ചര്യം. മുടിവിതിനെങ്ങിതു ഹന്ത മൂലസംവിത് കടലിൽ, ആ അഖണ്ഡ ബോധബ്രഹ്മത്തിൽ, മൂലസംവിത് കടൽ, ബോധസമുദ്രം, പ്രപഞ്ചത്തിന് മുഴുവൻ കാരണമായി വർത്തിക്കുന്ന പരബ്രഹ്മ സമുദ്രത്തിൽ മുടിവെതിനിങ്ങിത് ഹന്ത, ആശ്ചര്യം, മൂലസംവിത് കടലിൽ അജസ്രവുമുള്ള കർമ്മമത്രേ. ഇതെപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഭ്രമം. മരുഭൂമിയെ അറിയാത്തിടത്തോളം ഭ്രമം അനാദിയായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് വസ്തുസ്ഥിതി. ഇതിൽ ജനിക്കാത്ത, ജീർണിക്കാത്ത, മരിക്കാത്ത ആനന്ദനിധിയായ ബോധം നമ്മുടെ ഒക്കെ ഉള്ളിൽ ഞാനെന്നിങ്ങനെ പ്രകടമാകുന്നു. ഈ ബോധത്തെ ആശ്രയിക്കുന്നതാണോ ജീവിതത്തെ ധന്യമാക്കാനുള്ള മാർഗം? അതോ എവിടെ നിന്ന്, എന്തിന്, എപ്പോൾ എന്നൊന്നും ഒരു നിശ്ചയവുമില്ലാതെ ഉണ്ടാകുന്നു എന്ന് തോന്നുന്നു, വെറും ഭ്രമം. നിലനിൽക്കുന്നു എന്ന് തോന്നുന്നു, നശിക്കുന്നു എന്ന് തോന്നുന്നു, വീണ്ടും ഉണ്ടാകുന്നു എന്ന് തോന്നുന്നു. ഈ ജഡത്തെ ആശ്രയിക്കുന്നതാണോ ജീവിതത്തെ ധന്യമാക്കാനുള്ള മാർഗം? ഇത് ചിന്തിക്കണം. അവരവർ തന്നെ ചിന്തിച്ച് തീരുമാനിക്കണം. ജഡത്തിൻ്റെ സ്വഭാവം മാറില്ല. അപ്പോൾ അതിനെ ആശ്രയിച്ചാൽ ധന്യത കിട്ടുമോ? നേരെ മറിച്ച് ബോധത്തെ ആശ്രയിക്കൂ. ബോധത്തെ എങ്ങനെയാണ് ആശ്രയിക്കേണ്ടത് എന്നൊക്കെ ബ്രഹ്മവിദ്യാപഞ്ചകത്തിലെ 5-ാമത്തെ പദ്യം വളരെ സുന്ദരമായി ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിർവേദമാപദ്യ. നിർവേദം നല്ല ഉറപ്പായി ചിന്തിച്ച് മനസ്സിലാക്കണം. ജഡവിഷയങ്ങളെ, സ്വന്തം ശരീരം ഉൾപ്പെടെയുള്ള ജഡവിഷയങ്ങളെ ജീവിതധന്യതയ്ക്ക് വേണ്ടി ആശ്രയിച്ചത് കൊണ്ട് ഒരു പ്രയോജനമില്ല. കഠിന ദുഃഖം എന്ന് വിചാരിച്ച് ഉടനെ വിടണമെന്നൊന്നുമില്ല. അങ്ങനെ വിടാനൊന്നും ഒക്കില്ല. അതുകൊണ്ടിപ്പോൾ എന്ത് വേണം? നിർവേദമാപദ്യ സദ്വിദ്വാൻ, സത്യമറിയാൻ ശ്രമിക്കുക. സദ്വിദ്വാൻ, ബോധം എന്നറിഞ്ഞാൽ മാത്രം പോരാ, അത് നമുക്ക് അറിയാം. പക്ഷേ അതിൻ്റെ പൂർണ്ണ അനുഭവം, സാക്ഷാത്കാരം ഉണ്ടാവും. ഇത് പറഞ്ഞു നമ്മൾ. ബോധം സത്യം, ജഡമസത്യം. ബോധം നമ്മളെയൊക്കെ ഉള്ളിൽ ഉണ്ട് എന്നിങ്ങനെ നിരന്തരം അനുഭവപ്പെടുന്നു. ബോധമേ ഉള്ളൂ സർവത്ര. അത് പൂർണ്ണമായി സാക്ഷാത്കരിക്കണം. അത് നമുക്ക് വിശദമായി പിന്നെ ചർച്ച ചെയ്യാം. സദ്വിദ്വാൻ, സത്യം അനുഭവിച്ചറിയണം എന്ന് തീരുമാനിക്കുന്നയാൾ ആദ്യമായി ശമാദിഷക്കലസിത, ശമം ദമം ഉപരതി തിദിക്ഷ ശ്രദ്ധാസമാധാനം, ഇവ ഏതാണ്ടൊക്കെ ഒന്ന് വശത്താക്കണം. പൂർണ്ണമായിട്ടല്ല. അതൊക്കെ ബോധസാക്ഷാത്കാരം പൂർണ്ണമാകുമ്പോൾ മാത്രമേ ഇതൊക്കെ പൂർണ്ണമാകൂ. സാമാന്യമായി നമുക്ക് മനസ്സിലാക്കി പോവാം. ശമം മനസ്സിൻ്റെ അടക്കം, ദമം ഇന്ദ്രിയങ്ങളുടെ അടക്കം, ഉപരതി മനഃപ്രസാദം, ശമം ദമം ഉപരതി തിതിക്ഷ ജഡ
സംബന്ധമായി വന്നു ചേരുന്ന ഏത് ദുഃഖവും പ്രതികാരമോ ചിന്തയോ വിലാപമോ കൂടാതെ സഹിക്കുക. പ്രതിവിധിയാവാം. ഉദാഹരണം, കഠിനമായ ഒരു രോഗം വന്നു, പ്രതിവിധി ചെയ്യൂ, നല്ല ഡോക്ടറെ കൊണ്ട് ചികിത്സിപ്പിക്കൂ. പക്ഷെ ചില രോഗങ്ങൾ എത്ര ചികിത്സിച്ചാലും മാറില്ല. ക്യാൻസറും മറ്റും പോലുള്ള രോഗങ്ങൾ എത്ര ചികിത്സിച്ചാലും മാറില്ല. അവിടെ പരമാവധി ചികിത്സിക്കണം. അതിനു പകരം വരുന്നവരോടൊക്കെ കരഞ്ഞ് നിലവിളിച്ച് പറഞ്ഞ് എൻ്റെ ജീവിതം പോയി. ചിന്താ വിലാപരഹിതം. ചിന്തയും വിലാപവും വേണ്ട, സഹിച്ചേ തീരൂ. വേറെ നിവർത്തിയില്ലേ? എന്നാൽ പിന്നെ ധൈര്യമായിട്ട് ഈ ജഡം അത് പോകുമ്പോൾ പോട്ടെ, ഇരിക്കുമ്പോൾ ഇരിക്കട്ടെ. ചിന്തയും വിലാപവും ഒന്നുമില്ല. പ്രതിവിധി പരമാവധി ചെയ്യാവുന്നത് ചെയ്യുന്നു. ആ പ്രതിവിധിയിലും ഒരു ലിമിറ്റുണ്ട്. ചിലർക്ക് അമേരിക്കയിൽ പോയി ചികിത്സിക്കാം, വേറെ ചിലർക്ക് വീട്ടിലിരുന്ന് ചികിത്സിക്കാനേ പറ്റൂ. അവിടെ പോലും പരിമിതികളുണ്ട്. എന്ത് ചെയ്യാം? പാലക്കാട്ടിൽ നിന്നൊരു സ്വാമിജിയുണ്ട്, തപോവന സ്വാമികൾ. ഗുരുദേവനെയൊക്കെ നല്ലവണ്ണം അറിയുന്ന ആളാണ് അദ്ദേഹം. അടുത്ത കാലത്ത് ജീവിച്ചിരുന്നു. നല്ല ബ്രഹ്മനിഷ്ഠനായി ഹിമാലയത്തിൽ പോയി തിരിച്ചിറങ്ങിയിട്ടില്ല. അദ്ദേഹത്തിന് തൊണ്ടയ്ക്ക് ക്യാൻസർ വന്നു. എത്ര ക്യാൻസർ പിടിച്ചിട്ടും അദ്ദേഹം ആശ്രമത്തിൻ്റെ മുമ്പിൽ നല്ല പ്രസന്നനായി പുഞ്ചിരി തൂകിക്കൊണ്ടിരിക്കുമായിരുന്നു. നമ്മുടെ ചിന്മയാനന്ദ സ്വാമികൾക്കൊക്കെ ഉപനിഷത്ത് പറഞ്ഞു കൊടുത്ത ആളാണ്. അപ്പോൾ ഈ ശിഷ്യന്മാരൊക്കെ കൂടെ ചെന്ന് പറഞ്ഞു, സ്വാമി നമുക്കിതിനെ ചികിത്സിക്കണമല്ലോ. അദ്ദേഹം പറഞ്ഞു, ചികിത്സിക്കാം, വിരോധമില്ല. എന്നാൽ എവിടെ നമുക്കൊരു നല്ല ആശുപത്രിയിൽ പോകണം. അത് മദ്രാസിലായാലോ പോകാം. മദ്രാസിൽ ആണോ ഏറ്റവും നല്ല ക്യാൻസർ ചികിത്സ? അല്ല, അതല്ല, ഇംഗ്ലണ്ടിൽ കുറേ കൂടെ നല്ല ചികിത്സ കിട്ടും. എന്നാൽ പിന്നെ ഇംഗ്ലണ്ടിൽ പോവാം, എന്തായാലും പോകുന്നല്ലോ. അപ്പോൾ ഞാൻ ഈ തിതിക്ഷയെക്കുറിച്ച് പറയുകയാണ്. ഇംഗ്ലണ്ടിലാണോ ഏറ്റവും നല്ല ചികിത്സ? അല്ല, അമേരിക്കയിലാണ് ക്യാൻസറിന് ഏറ്റവും നല്ല ചികിത്സ. എന്നാൽ നമുക്ക് അമേരിക്കയിൽ പോകുന്നുണ്ടല്ലോ, ഏറ്റവും പറ്റിയ സ്ഥലത്ത് പോകണം. ആ ശരിയൊക്കെ തയ്യാറായിക്കോളും, ഞാൻ വരാം. അപ്പോൾ അമേരിക്കയിൽ പോയാൽ എൻ്റെ ഈ രോഗം വാശിയാവുമേ? അയ്യോ സ്വാമി, അത് തീർത്ത് പറയാനൊക്കില്ല. ക്യാൻസറിന് അങ്ങനെ പൂർണ്ണമായും വാശിയാകും എന്നൊന്നും തീർത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പൊന്നു ശിഷ്യന്മാരെ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി, ഞാൻ സന്തോഷമായിട്ട് ഇവിടെ ഇരിക്കട്ടെ. എനിക്ക് ഈ ശരീരം പോകുന്നതിൽ ഇതിൻ്റെ ഇടം അതതിൻ്റെ സ്വഭാവം കാണിക്കുന്നു. പ്രതിവിധി പറ്റുമെങ്കിൽ ചെയ്യാം, പറ്റില്ലെങ്കിൽ എന്തിനാ കിടന്ന് വെപ്രാളപ്പെടുന്നത്? എനിക്കൊരു കുണ്ഠിതവുമില്ല. ഇതാണ് തിതിക്ഷ. നേരെ മറിച്ച് ഇതിന് പ്രതികാരം. ഇന്ന് നമ്മുടെ നാട്ടിൽ ഇതിന് പ്രതികാരമാണ്. എന്നുവെച്ചാൽ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുക, ഇത് പ്രതികാരമാണ്. സുഖക്കേട് വന്നു, കടം വന്നു, അതിനൊക്കെ പ്രതിവിധി നോക്കുകയല്ല, കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ അതൊക്കെ വരുത്തിയ ആളുകളെന്ന് കരുതുന്നവരെ കൊന്ന് നശിപ്പിക്കുക. ഇതൊക്കെയാണ് പ്രതികാരം. പ്രതികാരം ഇല്ലാതെ ദുഃഖം സഹിക്കാൻ ജഡത്തെക്കുറിച്ച് നല്ല ചിന്ത ചെയ്തുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രയാസമില്ല. പ്രതിവിധി പറ്റുന്നിടത്തോളം ആകുക. ഇതാണ് തിതിക്ഷ. ഈ തിതിക്ഷ ഒരാൾ ശീലിച്ചാൽ അതിവേഗം ആത്മാനന്ദം ഉള്ളിൽ അനുഭവപ്പെടും. ഞാൻ ശരീരമല്ല, ആത്മാനന്ദം, ഞാൻ ആനന്ദനിധിയായ ആത്മാവാണ് എന്ന് വ്യക്തമായി അനുഭവിക്കാൻ കഴിയുമെന്നാണ് ഗീത പറയുന്നത്. മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖദാഹ ആഗമാവായിനോ അനിത്യാഹ താൻ സ്ഥിതിക്ഷസ്വ ഭാരത. അർജുന, ഈ ജഡവുമായുള്ള ബന്ധം ചൂടും തണുപ്പും സുഖവും ദുഃഖവും ഒക്കെ മാറി മാറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അവയൊക്കെ ചിന്തയോ വിലാപമോ കൂടാതെ സഹിക്കൂ. യം ഹി ന വ്യഥയന്ത്യത്തെ പുരുഷം പുരുഷർഷഭ സമദുഃഖ സുഖം ധീരം. ആ വാക്കുകളൊക്കെ ഓർമ്മിക്കുക. സമദുഃഖ സുഖം ധീരം സോ അമൃതത്വായ കൽപ്പത്തെ. ഈ തിതിക്ഷ വേണ്ട പോലെ നല്ലവണ്ണം ഒരാൾ വശത്താക്കി അഭ്യസിക്കുകയാണെങ്കിൽ അമൃതത്വായ ബ്രഹ്മാനുഭവം, അതാണ് അമൃതത്വം. ഒരിക്കലും നാശമില്ലാത്ത ആനന്ദനിധിയായ ആത്മാവ് തെളിഞ്ഞ് ആ ആനന്ദം അനുഭവിക്കാൻ കഴിയും.
അതുകൊണ്ടാണ് തിതിക്ഷ ശീലിക്കണം എന്ന് പറയുന്നത്. ഉപരതിതിക്ഷ, ശ്രദ്ധ, സത്യാനുഭവത്തിലുള്ള ദൃഢമായ നിശ്ചയം, അതാണ് ശ്രദ്ധ. സമാധാനം, എവിടെയും ഒരേ സത്യത്തെ കാണാൻ തക്കവണ്ണം മനസ്സിന് ഏകാഗ്രത, എവിടെയും സത്യം മാത്രം, ബ്രഹ്മം മാത്രം, സർവം ബ്രഹ്മമയം, രേ സർവം ബ്രഹ്മമയം. ഇതിൽ ഏകാഗ്രപ്പെടുന്നതാണ് സമാധാനം. ഇതൊക്കെ ഒന്ന് ശീലിക്കണം. അപ്പോൾ സമാധിഷക്കലസിത സ്യാം മുക്തികാമോ ഭൂവി. എന്നിട്ട് ഗുരുദേവൻ പറയുന്നു, മോക്ഷത്തിനു വേണ്ടി ആഗ്രഹിക്കണം. ഈ മോക്ഷത്തെക്കുറിച്ച് തന്നെ അങ്ങേയറ്റം തെറ്റിദ്ധാരണയാണ് സമൂഹത്തിലുള്ളത്. വലിയ ചില കവികളും ചിന്തകന്മാരും ഒക്കെ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ മോക്ഷത്തിനല്ല ഇവിടെ വന്നത്. പിന്നെ നിങ്ങൾ എന്തിനാ വന്നത്? ഞാൻ അത് നേടാൻ, ഇത് നേടാൻ. ഓ ശരി, എന്താ മോക്ഷം? ഈ അടുത്ത കാലത്ത് സാംസ്കാരിക രംഗത്ത് നല്ല പ്രശസ്തി നേടിയ ഒരു ചിന്തകൻ എനിക്കൊരു എഴുത്തുകാരി ചോദിച്ചു, സാറേ ഈ മോക്ഷം ഈ അടുത്ത കാലത്ത് വന്ന ഒരാശയമാണോ അതോ മോക്ഷമെന്ന ആശയം പണ്ടുകൊണ്ടേ ഉണ്ടോ? എന്താ മോക്ഷമെന്നൊരു നിശ്ചയമില്ല. ദുഃഖമോചനമാണ് മോക്ഷം. മോക്ഷം എന്ന് വെച്ചാൽ മോചനം. എന്തിൽ നിന്നാണ് ഇവിടെ മോചനം? ദുഃഖത്തിൽ നിന്ന് മോചിക്കണം. ഇത് ഈ പ്രപഞ്ചഭ്രമം ഉണ്ടായ കാലം മുതൽ അമീബ മുതൽ ബ്രഹ്മാവ് വരെയുള്ള പ്രപഞ്ചഘടകങ്ങളുടെ നിത്യമായ ആഗ്രഹമാണ്. എനിക്ക് ദുഃഖത്തിൽ നിന്ന് മോചിക്കണം. ആ മോചനം പൂർണ്ണമായാൽ, അതായത് സുഖമേ ഉള്ളൂ മോക്ഷം. ഗുരുദേവൻ ഇത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവുമെങ്ങും സദാപി ചെയ്തിടുന്നു. ഉറുമ്പെഴയുന്നത് ആത്മസുഖത്തിന് വേണ്ടിയാണ്. സകലരും സകല കർമ്മങ്ങളും ചെയ്യുന്നത് ആത്മസുഖത്തിന് വേണ്ടിയാണ്. ആത്മസുഖത്തിനായി പ്രയത്നം സകലതുമെങ്ങും സദാപി ചെയ്തിടുന്നു. സൂര്യൻ ചുറ്റിക്കറങ്ങുന്നത് ആത്മസുഖത്തിനാണ്. ജഗതിയിൽ ഇമ്മതം ഏക, ഇതാണ് മോക്ഷം. അത് പൂർണ്ണമായാൽ, ആത്മസുഖം പൂർണ്ണമായാൽ മോക്ഷം. ഇതിവിടെ വെച്ച് നേടാനുള്ളതാണ്. പലരും കരുതുന്നത് പോലെ മോക്ഷം പരലോകത്ത് പോയി നേടാനുള്ളതല്ല. മോക്ഷമെന്ന പുരുഷാർത്ഥം ഇവിടെ വെച്ച് നേടണം. ഉപനിഷത്ത് പറയുന്നു, ഇഹചേതവേദീ രഥ സത്യമസ്തി, ഇവിടെ വെച്ചറിഞ്ഞോ സത്യമുണ്ട്. സത്യം പൂർണ്ണമായി അനുഭവിച്ചാൽ മോക്ഷം. നോചേതവേദീൻ മഹതീ വിനഷ്ടി, മനുഷ്യജന്മം കിട്ടി ഇവിടെ വെച്ചറിയുന്നില്ലെങ്കിൽ മഹതീ വിനഷ്ടി, മഹത്തായ നഷ്ടം. കൂരിരുട്ടിൽ എന്തിനു വന്നുവെന്നോ എങ്ങോട്ട് പോകുന്നുവെന്നോ ഒന്നും നിശ്ചയമില്ലാതെ കൂരിരുട്ടിൽ ജീവിതം അവസാനിക്കണം. അതുകൊണ്ടാണ് ഗുരുദേവൻ പറയുന്നത്, ഞാൻ ഇവിടെ വെച്ച് മോക്ഷം നേടും. ഈ ഉറപ്പ് വേണം. മോക്ഷം മുക്തികാമോ ഭവ, കുഞ്ഞെ മുക്തികാമനായി ഭവിക്കൂ. എന്നിട്ട് പശ്ചാത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ബ്രഹ്മവിദുത്തമം പ്രണതിസേവാദ്യൈ പ്രസന്നം ഗുരും, ബ്രഹ്മ സുഖമനുഭവിച്ച് ബ്രഹ്മസാക്ഷാത്കാരം നേടി ആനന്ദനിധിയായി വിരാജിക്കുന്ന ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് പ്രണതിസേവാദ്യൈ പ്രസന്നം ഗുരും, അദ്ദേഹത്തെ വണങ്ങി ശുശ്രൂഷിച്ച് പ്രസാദിപ്പിച്ച്, അദ്ദേഹത്തെ വണങ്ങുന്നതും ശുശ്രൂഷിക്കുന്നതും പ്രസാദിപ്പിക്കുന്നതും അദ്ദേഹത്തിന് വേണ്ടിയല്ല, ശിഷ്യൻ്റെ യോഗ്യത തെളിയിക്കാൻ. ബ്രഹ്മനിഷ്ഠനായ ഗുരുവിന് ആരുടെയും പ്രണാമവും ശുശ്രൂഷയും ഒന്നും അത്ര വലിയ ആവശ്യമില്ല. പക്ഷെ ശിഷ്യൻ തൻ്റെ യോഗ്യത തെളിയിക്കണം. അഹങ്കാരിയായ ശിഷ്യന് ബ്രഹ്മവിദ്യ ഉപയോഗിച്ചിട്ടൊരു പ്രയോജനമില്ല. പ്രണതിസേവാദ്യൈ പ്രസന്നം ഗുരും പൃച്ഛേത്, ആ ഗുരുവിനോട് ചോദിക്കണം 2 ചോദ്യം. കോഹം ഇദം കുതോ ജഗത്, ഞാൻ ആര്, ഈ ജഗത്ത് എവിടെ നിന്ന് വന്നു? ഈ 2 ചോദ്യം ചോദിക്കണം എന്ന് നിർദ്ദേശിക്കുമ്പോൾ തന്നെ ഈ 2 ചോദ്യത്തിനും വ്യക്തമായ ശാസ്ത്രീയമായ ഉത്തരം നിലവിലുണ്ട് എന്നല്ലേ അർത്ഥം. ശാസ്ത്രീയമായ ഉത്തരം നമ്മൾ നാളെ 2ാം പദ്യം ചർച്ച ചെയ്യും. ബ്രഹ്മവിദ്യാപഞ്ചകത്തിലെ 2ാം പദ്യം ഈ 2 ചോദ്യത്തിനും ഉള്ള ശാസ്ത്രീയമായ ഉത്തരമാണ്.
നമുക്ക് നോക്കാം ശാസ്ത്രീയമാണോ, അല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കണ്ട. ശാസ്ത്രീയമാണെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതി. ഗുരുദേവനും മറ്റും അങ്ങനെ വെറും സാങ്കല്പികങ്ങളായ അന്ധവിശ്വാസ രൂപത്തിലുള്ള എന്തെങ്കിലും ആരെങ്കിലും സ്വീകരിക്കണമെന്ന് യാതൊരു താല്പര്യവുമില്ല. അപ്പോൾ ഈ രണ്ട് ചോദ്യവും ചോദിക്കണം. പ്രസന്നം ഗുരും പൃച്ഛേത്കോഹം, ഞാനാര് ഗുരു, എനിക്ക് പറഞ്ഞു തരണം. അത് നീ ബോധമാണെന്ന് പറഞ്ഞല്ലോ, അതുപോരാ, എനിക്കത് അനുഭവിച്ച് ഈ അനുഭവിക്കുന്ന ഘട്ടത്തിലാണ് ഗുരുവിൻ്റെ സഹായം. അല്ലാതെ വെറും തിയറി ഒന്ന് ഉപരിതലത്തിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ബോധം സത്യമാണ്, ജഡം അസത്യമാണ്, ഞാൻ ബോധമാണ്, ഇതൊക്കെ നമുക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായല്ലോ. പക്ഷെ നമുക്കിത് പൂർണ്ണമായി അനുഭവിക്കണം. അതിനാണ് ഗുരുവിൻ്റെ അടുത്ത് പോയി ചിലപ്പോൾ ചിരകാലം കുറേ നാൾ തൻ്റെ അനുഭവം ഇങ്ങനെ മുമ്പോട്ട് പോകും തോറും അതിലെ സംശയങ്ങൾ ചോദിച്ചും നിവാരണം ചെയ്തും മുമ്പോട്ട് പോകണം. അപ്പം അങ്ങനെ ഒരു ഗുരുവിനെ കിട്ടുന്നില്ലെങ്കിൽ എന്താ, ഗുരുദേവനെ പോലെയുള്ള പൂർണ്ണ ബ്രഹ്മനിഷ്ഠന്മാരുടെ ജീവിതവും ദിവ്യങ്ങളായ വാക്കുകളും മുമ്പിലുണ്ടല്ലോ, അവ ആവർത്തിച്ച് പഠിക്കണം. ചിലപ്പോൾ ബ്രഹ്മനിഷ്ഠനായ ഗുരുവിനെ എപ്പോഴും കിട്ടിയെന്ന് വരില്ല. പക്ഷെ വേദാന്തം പറയുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും കിട്ടാം. ഗുരു ശരീരത്തോടു കൂടി ഇല്ലെന്നിരിക്കട്ടെ, ഗുരുദേവകൃതി ഈ ബ്രഹ്മവിദ്യാപഞ്ചകം 5 ശ്ലോകമടങ്ങുന്ന കൃതിയോ അത്യന്തം ലളിതമായി കുട്ടികൾ പോലും പാടി നടക്കുന്ന ദൈവദശകം എന്ന ആ 10 ശ്ലോകമോ വ്യാഖ്യാന സഹിതം വായിച്ച് ചിന്തിച്ച് മനസ്സിലാക്കണം. അല്ല വെറുതെ വായിച്ചങ്ങ് കളഞ്ഞപ്പോരാ. ഗുരുദേവന്റെ ദൈവോപദേശ ശതകം ഞാൻ വ്യാഖ്യാനത്തോടുകൂടി ഇവിടെ ശ്രീരാമകൃഷ്ണാശ്രമത്തിലെ തപസ്യാനന്ദ സ്വാമിജിയുടെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം വായിച്ചു നോക്കിയിട്ട് എന്നോട് പറഞ്ഞത്, ബാലകൃഷ്ണനായരെ, ഇത് ദൈവദശകമല്ല, ദൈവോപനിഷത്താണ്. ദൈവോപനിഷത്ത് നമുക്കൊക്കെ അറിയാം, പക്ഷെ നമുക്ക് ആ സാക്ഷാത്കാര സ്വരൂപം അതിൽ നിറഞ്ഞു നിൽക്കുന്നത് എത്ര കണ്ട് വ്യക്തമായിട്ടുണ്ട്. അത് ആവർത്തിച്ച് പഠിച്ച് മനനം ചെയ്താലേ പറ്റും. ഒരുപാട് കൃതികളിലേക്കൊന്നും വേണ്ടെങ്കിൽ പോണ്ട. ദൈവദശകം ഗംഭീരമായ അദ്വൈത കൃതി, അദ്വൈത ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കുന്ന കൃതി. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാരിയനും, നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. ഇങ്ങനെ പോകുന്നു ആ ഗംഭീരകൃതി. അപ്പോൾ അങ്ങനെ ബ്രഹ്മനിഷ്ഠനായ ഒരു ഗുരുവിനെ കിട്ടിയില്ലെങ്കിൽ ഇത്തരം കൃതികൾ നിരവധി, ഗുരുദേവന്റെ കൃതികൾ മാത്രം, ചുരുങ്ങിയ ശ്ലോകങ്ങൾ, ലളിതങ്ങളായ ശ്ലോകങ്ങൾ. പക്ഷേ നമ്മളാരും അതൊന്നും അങ്ങനെ കാര്യമായി വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ സത്യം അറിയപ്പെടാതെ പോകുന്നതിൽ ആരെയും വഴി പറഞ്ഞിട്ട് കഥയില്ല. അപ്പോൾ ഈ 2 ചോദ്യവും ചോദിക്കണം എന്ന് പറഞ്ഞാണ് ബ്രഹ്മവിദ്യാപഞ്ചകത്തിലെ 1-ാം ശ്ലോകം അവസാനിക്കുന്നത്. നമുക്കിനി ഇത് ആരംഭത്തിൽ പറഞ്ഞല്ലോ, നിത്യാനിത്യ വിവേകതോഹി നിതരാം നിർവേദമാപദ്യ സദ്വിദ്വാൻ. ഈ ഭാഗം അല്പമൊന്ന് വിശദമായി ചർച്ച ചെയ്യാം. നിതരാം നിർവേദമാപദ്യ, നല്ല ഉറപ്പ് വേണം. ജഡ വിഷയങ്ങളെ ഉണ്ടായി ജീർണിച്ച് നശിച്ചു വീണ്ടും ഉണ്ടായി ജീർണിച്ച് നശിക്കുന്നു എന്ന ഭ്രമമുളവാക്കുന്ന ജഡവിഷയങ്ങളെ ജീവിതധന്യതയ്ക്കായി അംഗീകരിച്ചത് കൊണ്ട് ഒരു ഫലവുമില്ല, ഒരു ഫലവുമില്ല. തീർച്ചയല്ലേ, ഉണ്ടെന്ന് തോന്നുന്നു, നശിക്കുന്നു. ആ നിമിഷം മുതൽ ഇന്ന് ലോകത്ത് കാണുന്ന സകല ദുഃഖങ്ങളും ജഡവിഷയങ്ങൾക്ക് വന്നു ചേരുന്ന കേടുപാടുകളെ ആസ്പദമാക്കിയാണ്. അല്ലാതെ ആർക്കെങ്കിലും വല്ല ദുഃഖവുമുണ്ടോ? ഒന്നുകിൽ സ്വന്തം ശരീരങ്ങൾക്ക്, അല്ലെങ്കിൽ ബന്ധുക്കളുടെ ശരീരങ്ങൾക്ക്, അല്ലെങ്കിൽ ജഡസാമഗ്രികൾക്ക്, കമ്പ്യൂട്ടർ വരെയുള്ള ജഡസാമഗ്രികൾക്ക് കമ്പ്യൂട്ടർ ഉണ്ടാക്കി കൂടെ കൂടെ ഈ കമ്പ്യൂട്ടർ ലോകത്തെ മുഴുവൻ പ്രകമ്പനം കൊള്ളിക്കുന്നു കൂടെ കൂടെ. ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയതാണല്ലോ. എന്ന് വെച്ച് കമ്പ്യൂട്ടർ മോശമെന്നോ ഒന്നുമല്ല അർത്ഥം. ജഡവിഷയമാണോ അത് എത്ര ഗംഗേമമായാലും അതിൻ്റെ കൂടെ നിരവധി വൈകല്യങ്ങളും ഉണ്ടാവും. അതൊക്കെ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കും. എന്തെല്ലാം കണ്ടുപിടിച്ചു, വിമാനം കണ്ടുപിടിച്ചു, അന്തർവാഹിനി കണ്ടുപിടിച്ചു, അത് കണ്ടുപിടിച്ചു, എന്താ അവയൊക്കെ ദുഃഖിപ്പിക്കാതെ നമ്മൾ സുഖിപ്പിക്കുകയാണോ?
അതൊന്നും വേണ്ടെന്നൊന്നും അതിനർത്ഥമില്ല. അതൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ നടക്കാനും പോകുന്നില്ല. അപ്പോൾ അത് നടക്കട്ടെ. പക്ഷെ ജീവിതത്തെ എങ്ങനെയാണ് ജീവിതത്തിൽ നമ്മുടെ ശരീരം തന്നെ എന്താ ഇപ്പം നമ്മൾ ദിവസേന കേൾക്കാറില്ലേ പത്രത്തിൽ, ഡോക്ടർ രോഗിയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ഗംഭീരനായ പ്രാസംഗികൻ എന്നെ പോലെയൊക്കെ തന്നെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു. വേറൊരാള് കാപ്പിയും കുടിച്ചിട്ട് അങ്ങനെ ചാരുകസേലയിലേക്കൊന്ന് മറിഞ്ഞപ്പോൾ കുഴഞ്ഞു വീണ് മരിക്കും. ഇതൊക്കെ ഈ ജഡത്തിൻ്റെ നശ്വരത വിളിച്ചറിയുന്നതും കുറ്റമല്ല, നശ്വരത വിളിച്ചറിയിക്കുന്ന കാര്യങ്ങളല്ലേ എന്ന് വിചാരിച്ച് ഇവയൊക്കെ തള്ളിക്കളയാൻ നമുക്ക് പറ്റുമോ? ജഡവിഷയങ്ങൾ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവിതമാണ് കർമ്മമയമായ ജീവിതം. ജഡം ബോധം, കർമ്മം ജഡം, ബ്രഹ്മം ബോധം. കർമ്മമയമായ ജീവിതം, ജഡസംബന്ധിയായ ജീവിതം. കർമ്മം എങ്ങനെ ജഡമാവും സാർ? അത് എനർജിയുടെ സ്പന്ദനത്തിലല്ലേ കർമ്മം തുടങ്ങുന്നത്? ചലനമാണ് കർമ്മസ്വരൂപം. ഈ ജഗത്ത് മുഴുവൻ ചലിക്കുകയാണ്. എനർജിയുടെ സ്പന്ദനം മുതൽ ചലനം. ഇതായി ഈ മേശയും മൺകട്ടയും ഒക്കെ ഗംഭീരമായി പരമാണുക്കളായി ഒന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. നല്ലൊരു ഉപകരണം വെച്ച് നോക്കിയാൽ ഇവിടെ മേശയില്ല, പിന്നെയോ ചലിക്കുന്ന പരമാണുക്കൾ അല്ലെങ്കിൽ ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ് എന്നൊക്കെ പറയുന്ന. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു UGC ക്ലാസ് TV കാണുകയുണ്ടായി. ഫിലോസഫി ഓഫ് ഫിസിക്സ്, ഫിസിക്സിൻ്റെ ഫിലോസഫി. ഇപ്പോൾ ഇവിടെ ചെന്ന് ചേർന്നിരിക്കുന്നു. ഫിസിക്സ് ടീച്ചർ മേശയിൽ തട്ടിക്കൊണ്ട് പറയുകയാണ്, കുട്ടികളെ ഇവിടെ മേശയില്ല. നമ്മൾ മേശയില്ലെന്നൊക്കെ പറഞ്ഞാൽ ആളുകൾക്ക് പരിഹാസമല്ലേ, ഇതാണ് വേദാന്തം എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കും. ഇപ്പോൾ ഫിലോസഫി ഓഫ് ഫിസിക്സ്, കുട്ടികളെ ഇവിടെ മേശയില്ല. പിന്നെന്താ, ഇവിടെ കുറച്ച് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ഇത്രയുമാണുള്ളത്. നിങ്ങളതിനെ മേശയായിട്ട് കാണുന്നു. അതാരുടെ കുറ്റം? നിങ്ങളുടെ കുറ്റം. ഈ ഘനീഭവിച്ച ജലം ഒക്കെ ഇലക്ട്രോൺസും ന്യൂട്രോൺസും പ്രോട്ടോൺസുമായി നിന്ന് അതിവേഗം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ കർമ്മം. ജഡം മുഴുവൻ കർമ്മം. സൗരയൂഥങ്ങളൊക്കെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാമല്ലോ. ഇടയ്ക്ക് ഒരു 14 ശാസ്ത്രജ്ഞന്മാർ ഇംഗ്ലണ്ടിൽ റിസർച്ച് നടത്തി. ഓരോ സൗരയൂഥവും ഒരുമിച്ച്, സൂര്യചന്ദ്രന്മാർ ഉൾപ്പെടെ ഒരുമിച്ച് ഭാവന ചെയ്യാൻ വയ്യാത്ത വേഗത്തിൽ എങ്ങോട്ടോ പാഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് അവർ കണ്ടുപിടിച്ചത്. എങ്ങോട്ടാ പായുന്നത്? അതൊക്കെ ഈ അനന്തമായ സ്പേസിൽ എങ്ങോട്ടാ പായുന്നതെന്ന് ആർക്കറിയാം? ചലനമാണ് ജഡം. നമുക്ക് പെട്ടെന്ന് ജഡവും കർമ്മവും ഒന്നാണെന്ന് പറയുമ്പോൾ സംശയം തോന്നും. അതിനെക്കുറിച്ചൊന്നും സംശയിച്ചിട്ട് ഒരു പ്രയോജനമില്ല. കർമ്മമയമായ ജഡം സകലതും ചലിക്കുന്നു. ഞാനീ പറഞ്ഞത് ചിലർ അഭിപ്രായപ്പെടാറുണ്ട്, വേദാന്തമൊക്കെ ഇല്ലാതെ മിഥ്യ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കർമ്മത്തിനൊക്കെ തളർച്ച വരില്ലേ, കർമ്മം ചെയ്യാൻ മടി തോന്നുകയില്ലേ? അങ്ങനെ ഒന്നും പേടിക്കണ്ട. കർമ്മമൊന്നും ഇവിടെ ഒരു വ്യക്തിയുടെയും കുത്തകയല്ല. സൗരയൂഥങ്ങളുടെ കർമ്മങ്ങൾ പോലും, സൂര്യന്റെ കർമ്മം പോലും സൂര്യന്റെ കുത്തകയല്ല. പ്രകൃതി അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിച്ച് ചലിപ്പിക്കുന്ന പ്രകൃതി നിശ്ചയിക്കുന്നു. സൂര്യ ചലിച്ചോ? ഇടയ്ക്ക് വെച്ചെന്നാൽ നിർത്തിക്കളയാൻ ഒക്കില്ല. സകല മനുഷ്യരും അത്രയേ ഉള്ളൂ. ഒരു മനുഷ്യനും കർമ്മത്തിൻ്റെ മേൽ സ്വാതന്ത്ര്യമില്ല. കൃഷ്ണൻ പറയുന്നു, നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠത്യകർമ്മകൃത് കാര്യത്തെ ഹ്യവശകർമ്മ സർവപ്രകൃതിജയ ഗുണൈഹി. ഓരോ വ്യക്തിയും അമീബ മുതൽ മനുഷ്യനായാലും മൃഗമായാലും ഒരു നിമിഷം ഈ ജഡശരീരത്തിൽ കർമ്മം ചെയ്യാതെ നിൽക്കാനേ സാധ്യമല്ല. ക്ഷണമവിജാതു തിഷ്ഠത്യകർമ്മകൃത് കാര്യത്തെ ഹ്യവശകർമ്മ, അവശനായി കർമ്മം ചെയ്യുകയാണ്. സകലതും പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോ ശക്തിസ്പന്ദനവും സ്പന്ദിക്കാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. സ്പന്ദനഭ്രമം. പക്ഷെ എന്തിനാണെന്ന് ചോദിച്ചാൽ ആർക്കും നിശ്ചയമില്ല. എന്തിനാണ് അത് സ്പന്ദിക്കുന്നത്?
നമ്മളൊക്കെ എന്തിനാ ഇവിടെ വന്ന് ജനിച്ച് ഇങ്ങനെ രാപകൽ കർമ്മം കർമ്മം കർമ്മം? സകല ദുരിതവും കർമ്മത്തിൽ നിന്നാണ്. ചില കർമ്മം കർമ്മം ഗീത ഗീത എന്ന് പറഞ്ഞാൽ കർമ്മം. ഗീത ഒരിക്കലും കർമ്മത്തെ അങ്ങനെ ഉപലാളിക്കുന്നില്ല. കർമ്മം തീർന്നു കിട്ടണം, അതാണ് ഗീത പറയുന്നത്. അതാണ് കർമ്മയോഗം. സത്യാന്വേഷണം കൂടാതെ നടത്തുന്ന കർമ്മം കർമ്മയോഗമല്ല. കർമ്മയ്ക്കടിമയായി ജീവിക്കുന്ന നമ്മളൊക്കെ ഈ ഗുരുദേവൻ പറഞ്ഞ ആ സത്യം, ആ ബോധസത്യം, അനശ്വരമായ സത്യം, അതിനെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ചെയ്യുമോ അത് കർമ്മയോഗം. എന്തുകൊണ്ട്? ഒടുവിൽ കർമ്മം മാറിത്തരും, യോഗം ബാക്കി നിൽക്കും, സത്യാനുഭവം ബാക്കി നിൽക്കും, കർമ്മം മാറിത്തരും. ജ്ഞാനം പൂർത്തിയാകുന്നതോടെ കർമ്മം എരിഞ്ഞ് ചാമ്പലാകും എന്നാണ് ഗീത പറയുന്നത്. യഥൈസാംസി സമിദ്ധോഗ്നേ ഭസ്മസാത്കുരുതേ അർജുന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത്കുരുതേ. എന്നുവെച്ചാൽ കർമ്മത്തിൻ്റെ ചലനത്തിൻ്റെ ലേശം പോലുമില്ലാത്ത ബ്രഹ്മം, ആ ബ്രഹ്മമാണ് ഈ ജഗത്ത് എന്നുറപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഏത് കർമ്മം അവിടെ അവസാനിക്കും, അവിടെ അവസാനിക്കുന്നു. ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത്കുരുതേ തഥ. ഉണക്ക വിറകിനെ തീ എരിച്ചു കളയുന്നത് പോലെ ജ്ഞാനാഗ്നി സർവകർമ്മങ്ങളെയും ഭസ്മസാത്കരിക്കുന്നു. ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ജീവൻ മുക്തന്റെ ലോകസംഗ്രഹം സർവവും ജ്ഞാനാഗ്നിയിൽ എരിച്ചു കളഞ്ഞിട്ടാണ് ഒരു നേരം പോക്കായി ലോകസംഗ്രഹത്തിന് ഇറങ്ങുന്നത്. അപ്പോൾ കർമ്മം രാപകൽ ചെയ്യുകയല്ല ജീവിത ലക്ഷണം, അത് കർമ്മയോഗവുമില്ല. കർമ്മം അവസാന നിമിഷം വരെ ചെയ്തു ഒരാൾ. ചിലപ്പോൾ അദ്ദേഹം മരിക്കാൻ കിടക്കുമ്പോഴും കർമ്മം, അതുകൊണ്ട് അദ്ദേഹം കർമ്മയോഗി. അതിൻ്റെ പേരാണ് ഒന്നാം തരം കർമ്മഭ്രാന്ത്. നേരെ മറിച്ച് ഈ സത്യവും കൂട്ടിച്ചേർത്ത് ചെയ്തു. നല്ല കാലത്ത് തന്നെ കർമ്മം എവിടെ നിന്നോ വന്നു ചേർന്നു, എവിടെ നിന്നൊന്നും നിശ്ചയമില്ല. എന്താ നമ്മുടെയൊക്കെ കർമ്മം എവിടെ നിന്നാണ് വന്നു ചേർന്നത്? ഒരു നിശ്ചയമില്ല, ഭ്രമം വന്നേ. അതുകൊണ്ട് എവിടെ നിന്ന് വന്നു ചേർന്നു എന്ന് നിശ്ചയമില്ല. അടിമകളായിരിക്കുകയാണ് കർമ്മത്തിന്. കർമ്മബന്ധമാണ് വിട്ടുകിട്ടേണ്ടത്. കർമ്മബന്ധം, കർമ്മമാണ് വിട്ടുകിട്ടേണ്ടത്. അതിനൊരൊറ്റ മാർഗമേ ഉള്ളൂ. കർമ്മമില്ലാത്ത സത്യത്തെ ഉടനീളം അഭ്യസിച്ചനുഭവപ്പെടുത്തിക്കൊണ്ട് കർമ്മം ചെയ്യൂ. അവസാനമാകുമ്പോൾ കർമ്മം മാറിത്തരും, ആ സത്യം ബാക്കി നിൽക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, കർമ്മം എവിടെ മാറും? കർമ്മം ചെയ്തു ഗംഭീരമായ കർമ്മം സാമ്രാജ്യം പിടിച്ചടക്കി മരിക്കുന്നു. എന്താ സ്വസ്ഥതയോ? മരിക്കാൻ കിടക്കുന്നു ചക്രവർത്തി. ഈ സത്യം അശേഷം പിടികിട്ടിയിട്ടില്ല. ഒന്ന് ചോദിച്ചു നോക്കൂ, ഇനി എന്താഗ്രഹം? ഒരു 10 രാജ്യങ്ങൾ കൂടെ കീഴടക്കാൻ എൻ്റെ മനസ്സ് വെമ്പുന്നു. അത് ചക്രവർത്തി പറയും, നമ്മളൊക്കെ വേറെ ചില കാര്യങ്ങൾ പറയും. ഇനിയിപ്പോൾ കീഴടക്കാൻ സാധ്യവുമല്ല, മരിക്കാറായിപ്പോയി. വീണ്ടും വരൂ, വീണ്ടും 10 രാജ്യം കീഴടക്കാനുള്ള ആഗ്രഹത്തോടുകൂടി ആ ചക്രവർത്തി തിരിച്ചു വരും. മരണവേളയിൽ തൃപ്തിയാകാത്ത കർമ്മങ്ങൾ ചെയ്യാൻ ആ കർമ്മഭ്രമം ആവർത്തിക്കും. അതാണ് ജനനം. എല്ലാം അങ്ങനെയാണ്. എല്ലാം ലോകം നന്നാക്കൽ, ഇല്ലാത്ത ലോകം നന്നാക്കൽ. നന്നാക്കിയോ? ശരി, നന്നാക്കി. വളരെ കാര്യങ്ങളൊക്കെ ചെയ്തു, ഒരുപാട് സ്ഥാപനങ്ങളുണ്ടാക്കി, അത് ചെയ്തു, അന്നദാനം ചെയ്തു, ഒക്കെ ചെയ്തു. മരിക്കാൻ കിടക്കുന്നു. ഇതൊന്നും വേണ്ടെന്നുള്ള അർത്ഥം? അതൊക്കെ വേണം. പക്ഷെ നിങ്ങൾ മരിക്കാൻ കിടക്കും. കിടപ്പിലാണിപ്പോൾ മലമൂത്ര വിസർജനമൊക്കെ. എന്താ ഒക്കെ തൃപ്തിയായോ? ഇല്ല. ഒരുപാട് കഷ്ടത ലോകത്തിനെയും ബാക്കി. ഞാൻ മരിക്കാനും പോകുന്നു. എനിക്ക് തീരെ മതിയായില്ല. ലോകത്ത് നന്നാക്കി മതിയായില്ല. ശരി, വീണ്ടും വരൂ. ലോകത്ത് നന്നാക്കാനായിട്ട് വീണ്ടും വരൂ. വിവേകാനന്ദ സ്വാമിയൊക്കെ പറയുന്നതാണ്. സ്വാമി പറഞ്ഞിരുന്നു, ഒരു പട്ടിയെങ്കിലും പട്ടിണി കിടക്കുന്നിടത്തോളം ഞാൻ തിരിച്ചു വരും. ഒടുവിൽ പറഞ്ഞു, എൻ്റെ ദൈവമേ, ശിഷ്യനെ വിളിച്ച് പറയുക. ആ വിവേകാനന്ദ സാഹിത്യ സർവത്തിലുണ്ട്.
കുഞ്ഞേ, ഇവിടെ ധർമ്മമില്ല, അധർമ്മമില്ല, ഞാനില്ല, നീയില്ല, ജഗത്തില്ല. പിന്നെയോ ഒരു ബോധഘനമായ പരമാത്മതത്വം മാത്രം. ഞാനിതാ ഉള്ളം കയ്യിലെ നെല്ലിക്ക പോലെ ആ സത്യത്തെ അനുഭവിക്കും, നീയും അനുഭവിക്കുക. എന്നിട്ട് തെരുവുകളെന്നെ വിളിച്ചു പറഞ്ഞ് നടക്കുക. ഇവിടെ ഒരു ലോകവുമില്ല, ഇല്ലാത്ത ലോകത്തെ എന്ത് നന്നാക്കണം. ഒരു ലോകവുമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് വിളിച്ചു പറഞ്ഞ് നടക്കുക, കേൾക്കുന്നവർ കേൾക്കട്ടെ. പക്ഷേ ഈ ഉറപ്പ് വരുന്നത് വരെ ലോകമുണ്ടെന്നുള്ള ഭ്രമമുണ്ടാകും. അതിനുവേണ്ടി കർമ്മം ചെയ്യണം എന്നുള്ള തിടുക്കം ബാക്കി നിൽക്കും. ചെയ്തേ തീരൂ. ഇതാണ് കർമ്മത്തിനടിമ. കർമ്മത്തിനടിമകളായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ജീവിതം സഫലമാവണമെങ്കിൽ ഒരൊറ്റ ഉത്തരം ഇപ്പം മരിക്കാൻ കിടക്കുന്ന ആളിനോട് ചോദിക്കുകയാണ്, എന്താ നിങ്ങളുടെ ജീവിതം ധന്യമാണോ? ഞാൻ ധന്യം. എന്താ കാര്യം? എനിക്കിനി ഒരാഗ്രഹവുമില്ല, എനിക്കിവിടെ ഇനി ഒന്നും നേടാനില്ല, ത്രിലോകത്തും യാതൊന്നും ചെയ്യാനില്ല. എന്താ കാര്യം? ഞാൻ എന്നും നിറഞ്ഞു നിൽക്കുന്ന ആനന്ദഘനമായ ബ്രഹ്മമാണ്. ബോധമാണ്. ബ്രഹ്മം എന്ന് വെച്ചാൽ ബോധം. ആനന്ദഘനമായ ബോധമാണ്. ഇനി എന്താ വേണ്ടത്? ഞാൻ മരിക്കില്ല, മരണവുമില്ല, ഉറപ്പുമില്ല, വാഴുവും. ഗുരുദേവൻ പറയുന്നതല്ലേ. അപ്പം ഞാൻ മരിക്കില്ല. എനിക്കിനി എന്താ ചെയ്യാനുള്ളത്? ഒന്നും ചെയ്യാനില്ല. അതാണ് മോക്ഷം, പൂർണ്ണ മോക്ഷം. എന്താ കാര്യം? ഒരാഗ്രഹവുമില്ല. ഇത് പറയാൻ കഴിയുമോ? എന്ത് വേണോ ചെയ്തോളൂ, ഇപ്പൊ ഒന്നും ചെയ്യണ്ട എന്നല്ല. ഇപ്പൊ ഗംഭീരമായി കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ഇത് ശീലിക്കണം. ഉള്ളിലിത് ശീലിക്കണം, പുറമേ ഒന്നാന്തരം നാടകം. എന്തുകൊണ്ട് പാടില്ല? എനിക്കൊരാഗ്രഹവുമില്ല, എന്നാലും ഞാൻ കർമ്മം ചെയ്യുന്നു. ആഗ്രഹമില്ലാതെ ഇവിടെ ലോകവുമില്ല. അങ്ങനെയൊക്കെ കർമ്മം ചെയ്യാൻ പറ്റുമോ സാർ? ഗുരുദേവന്റെ അധ്യാരോപ ദർശനം വായിച്ചു നോക്കുക. ദർശനമാലയിലെ അധ്യാരോപ ദർശനം മുഴുവൻ വേഷം കെട്ടണം. ബോധം സൂര്യനായി വേഷം കെട്ടുന്നു, അമീബയായി വേഷം കെട്ടുന്നു, ഒരേ ബോധം. അഹോ നാടകം നിഖിലവും. രാമൻപിള്ള രാവണനായി വേഷം കെട്ടുന്നു. രാവണന്റെ കണിക പോലുമില്ല രാമൻപിള്ളയ്ക്കറിയാം. കുറച്ച് ദിവസം ഒന്ന് അഭ്യസിക്കുന്നു, ചാടാനും അലറാനും ഒക്കെ. ഒടുവിൽ രംഗത്ത് വരുന്നു, രാവണനായി അഭിനയിക്കുന്നു. കുട്ടികളെല്ലാം രാമൻപിള്ളയുടെ രാവണവേഷം കണ്ടിട്ട് പേടിച്ച് വിറച്ചോടുന്നു. പക്ഷേ രാവണന്റെ കണിക പോലും ഇല്ലെന്ന് രാമൻപിള്ളയ്ക്ക് നല്ലവണ്ണം അറിയാം. ആ ഇല്ലെന്നുള്ള അറിവാണ് രാവണവേഷത്തിൻ്റെ അഭിനയത്തെ കൂടുതൽ സമർത്ഥമാക്കി തീർക്കുന്നു. അതുപോലെ ഈ ജഗത്തിൻ്റെ ഇല്ലായ്മ, ഇത് വെറും ഭ്രമം, വെറും മരുഭൂമിയിലെ കനൽ ജലം. ഈ ഇല്ലായ്മയെക്കുറിച്ചുള്ള ബോധം ഉള്ളിൽ ഉറപ്പുണ്ടെങ്കിൽ ഈ കർമ്മരംഗം ഗംഭീരമായ നാടകം. നല്ലവണ്ണം ആനന്ദിച്ച് ഈ കർമ്മരംഗത്ത് നാടകം അഭിനയിക്കാം. ഒടുവിൽ വേഷമഴിച്ച് വെക്കേണ്ട സന്ദർഭം വരുമ്പോൾ സന്തോഷം. ഞാൻ എൻ്റെ ഭാഗമൊക്കെ വേണ്ടവണ്ണം അഭിനയിച്ചു, എനിക്കിനി യാതൊന്നും ചെയ്യാനില്ല. ഗുരുദേവൻ പറയുന്ന പോലെ തന്നെ ഗുരുദേവൻ ഗംഭീരമായ സാമൂഹ്യ പ്രവർത്തനം നടത്തി. സാധാരണ സാമൂഹ്യ പ്രവർത്തകരെ പോലല്ല. ഗുരുദേവൻ ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ്. വളരെ ശരി, തീർച്ചയായിട്ടും സാമൂഹ്യ പരിഷ്കർത്താവാണ്. പക്ഷെ മറ്റുള്ളവർ ചെയ്തതുപോലല്ല. ഗുരുദേവൻ തന്നെ പറയുന്നു, ദഗ്ധ്വാ ജ്ഞാനാഗ്നിന സർവം. ജ്ഞാനാഗ്നിയിൽ സകല ഭേദചിന്തകളും രാഗദ്വേഷങ്ങളും എരിച്ചു കളഞ്ഞു. ഒന്നും രണ്ടുമല്ല, സർവം. ദർശനമാലയിലെ ശ്ലോകമാണിത്. ദഗ്ധ്വാ ജ്ഞാനാഗ്നിന സർവം. സർവം ദഹിപ്പിച്ചിട്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പൊ ഇവിടെ ബ്രഹ്മം മാത്രമല്ലാതെ മറ്റ് യാതൊന്നുമില്ല, യാതൊന്നും. ദഗ്ധ്വാ ജ്ഞാനാഗ്നിന സർവം ഉദ്ദിശ്യ ജഗതാം ഹിതം. ജഗത്തിൻ്റെ നന്മയെ ലക്ഷ്യമാക്കി. അപ്പം ചോദിക്കാം, ജഗത്തില്ലല്ലോ, പിന്നെ എന്തിന് ജഗത്തിൻ്റെ നന്മയെ ലക്ഷ്യമാക്കുന്നു? അതെ, ജഗത്ത് എനിക്കില്ല. ജഗത്തുണ്ടെന്ന് തോന്നുന്നവരുണ്ടല്ലോ, അവർക്ക് വേണ്ടി ഇല്ലാത്ത ശരീരം കൊണ്ട് ഞാൻ ഇല്ലാത്ത ലോകസംഗ്രഹം നടത്തുന്നു. ആയിക്കോട്ടെ, ഇല്ലാത്ത
രാവണന്റെ വേഷം കെട്ടി രാവണനായിട്ട് അഭിനയിക്കുന്നു. രസം, വെറും രസം. ഇത് സാധിച്ചാൽ ഭൗതിക രംഗത്തും വൻപിച്ച വിജയം. ഗുരുദേവനെ പോലെയും മറ്റും സാമൂഹ്യ പ്രവർത്തന രംഗത്ത് തന്നെ വിപ്ലവാത്മകമായി ജയിച്ചിട്ടുള്ള വേറെ ഏത് സാമൂഹ്യ പ്രവർത്തകനുണ്ട്? എന്താ വിപ്ലവാത്മകമായി ജയിച്ചത്? ആരെയും പിണക്കില്ല, ആരെയും, എല്ലാവരോടും സ്നേഹം മാത്രം എന്ന് വെച്ച് ആരുടെയും വേണ്ടാത്ത ചിന്തകൾക്ക് വഴങ്ങിക്കൊടുത്തില്ല. വിപ്ലവകരമായി പരിവർത്തനാത്മകങ്ങളായ കാര്യങ്ങൾ ചെയ്തു. എങ്ങനെ ചെയ്തു? ഇതൊരു കളി നല്ലവണ്ണം അറിയാം. ദഗ്ധ്വാ ജ്ഞാനാഗ്നിന സർവം ഉദ്ദിശ്യ ജഗതാം ഹിതം കരോതി വിധിവത് കർമ്മ ബ്രഹ്മവിത് ബ്രഹ്മണി സ്ഥിത. ബ്രഹ്മത്തെ അറിഞ്ഞ് ബ്രഹ്മത്തിൽ തന്നെ സ്ഥിതി ചെയ്തുകൊണ്ട് ബ്രഹ്മമായി തന്നെ വർത്തിച്ചുകൊണ്ട് ലോകസംഗ്രഹം നടത്തുന്നു. എന്തിനു നടത്തുന്നു? ഇല്ലാത്ത ശരീരം കുറച്ചുനാൾ കൂടെ മറ്റുള്ളവരുടെ മുമ്പിൽ ഉണ്ടെന്ന് തോന്നുന്നത് കൊണ്ട് നടത്തുന്നു. അല്ലാതെ ഉടനെ ലോകത്ത് നന്നാക്കിക്കളയാം എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് കർമ്മം. ഈ കർമ്മം ചെയ്ത് ജീവിതത്തെ, കർമ്മം ചെയ്തെന്ന് വെച്ചാൽ ജഡങ്ങളെ പോറ്റിയും പുലർത്തിയും സുഖത്തിനു വേണ്ടി ജഡസാമഗ്രികൾ അംഗീകരിച്ചും കർമ്മം ചെയ്ത് ജീവിതത്തെ ധന്യമാക്കാമെന്ന് അല്പമെങ്കിലും ബുദ്ധിയുള്ള ആരും ഒരിക്കലും തീരുമാനിക്കരുത്. ജഡത്തിൻ്റെ സ്വഭാവം അറിയാവുന്നയാൾ അതെങ്ങനെ തീരുമാനിക്കും? ഒരു സൂര്യനും ചന്ദ്രനും പരമസത്യം അറിഞ്ഞുകൂടെങ്കിൽ കർമ്മത്തിൽ സുഖിക്കാൻ സാധ്യമല്ല. അങ്ങോട്ടങ്ങോട്ട് ചെല്ലും തോറും കഠിനമായ ദുഃഖം വന്നു ചേരുകയും ചെയ്യും. നേരെ മറിച്ച് കൃഷ്ണൻ ഗീതയിൽ പറയുന്നത് സൂര്യൻ ഇത് അറിഞ്ഞുകൊണ്ട് കർമ്മം ചെയ്യുന്നു. കർമ്മയോഗം ആദ്യമായി കൃഷ്ണൻ ഉപദേശിച്ചത് സൂര്യനാണ്. ഇമം വിവസ്വതേ യോഗം പ്രോക്തവാൻ അഹം അവ്യയം. അതുകൊണ്ടാണ് ഒരു കുലുക്കവും കൂടാതെ തൻ്റെ കൃത്യം, തൻ്റെ വേഷത്തിൻ്റെ കൃത്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ഘട്ടം വരുമ്പോൾ ആധുനിക ശാസ്ത്രം തന്നെ പറയുന്നു സൂര്യൻ തണുത്തുറഞ്ഞ് ഇല്ലാതാവും. വളരെ സന്തോഷം, അദ്ദേഹത്തിന് ഒരു കുണ്ടതുമില്ല. അതുപോലെ ഒരു ഘട്ടം വരുമ്പോൾ നിങ്ങൾക്കിനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഒന്നും ചെയ്യാനില്ല. ഇതുറപ്പിക്കാൻ കഴിയുമോ? കഴിയും. എങ്ങനെ അയാൾ കഴിയും? ഞാൻ ഈ ജഡശരീരമല്ല, നല്ല കാലത്ത് ഞാൻ ബോധമാണ്. ആ ബോധത്തിൻ്റെ പൂർണ്ണരൂപം ആനന്ദമാണ്. ആ ബോധം സർവത്ര നിറഞ്ഞു നിൽക്കുന്നു. ആ ബോധമാണ് ബ്രഹ്മം. ഈ അനുഭവം നേടണം. ഈ അനുഭവം നേടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ജഡസാമഗ്രികൾ നേടാനും സൂക്ഷിക്കാനും നാം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊന്നും ഈ ബോധസത്യം സാക്ഷാത്കരിക്കാൻ ആവശ്യമില്ല. പിന്നെന്താ വേണ്ടത്? നിങ്ങൾ കർമ്മരംഗത്ത് തന്നെ നിൽക്കട്ടെ. എന്തുകൊണ്ട്? കർമ്മം ഉപേക്ഷിക്കാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞില്ലേ, കർമ്മത്തിൻ്റെ അടിമകളാണ്. ഉപേക്ഷിക്കാൻ പെട്ടെന്ന് പറ്റില്ല. കർമ്മം ഉപേക്ഷിക്കാൻ അല്ലെങ്കിൽ അവസാനിപ്പിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സത്യം ഓർമ്മിച്ചോർമ്മിച്ച് ഭേദചിന്തകളും രാഗദ്വേഷവും ഒഴിവാക്കുക. സർവത്ര ബ്രഹ്മത്തെ തന്നെ കാണുക. കാരണം ഈ ജഡങ്ങൾ പോലും അന്തിമ വിശകലനത്തിൽ ബ്രഹ്മമാണ്. കാരണം അവ ഇല്ലാത്തതാണ്. മരുഭൂമിയിലെ കാനൽ ജലം അന്തിമ വിശകലനത്തിൽ മരുഭൂമിയാണ്. അവിടെ വെള്ളമില്ല. അപ്പോൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ കാനൽ ജലം എന്താ? മരുഭൂമി തന്നെ. അങ്ങനെയാണ് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഈ കാണുന്ന ജഗത്ത് മുഴുവൻ ബ്രഹ്മം. ഇത് നമുക്ക് ഉറപ്പ് വരും. നല്ല കാലത്ത് ശാസ്ത്രീയമായി ചിന്തിച്ചുറപ്പിച്ചാൽ അനായാസമായി ഈ ഉറപ്പ് വരും. അറിവിലിരുന്ന് അസതസ്തിയെന്ന് അസംഖ്യം പൊരിയിളകി ഭുവനം സ്ഫുരിക്കയാലേ അറിവിനെ വിട്ടൊരു വസ്തു അന്യമില്ല എന്നറിയണം. ആത്മോപദേശശത് എവിടുന്നാണ് ഈ അമീക മുതൽ സൂര്യചന്ദ്രന്മാർ വരെയുള്ള കാഴ്ചകൾ രൂപപ്പെടുന്നത്? ഭ്രമങ്ങൾ ബോധത്തിൽ നിന്ന് രൂപപ്പെടുന്ന ഭ്രമം അന്തിമ വിശകലനത്തിൽ ബോധം തന്നെ. മരുഭൂമിയിൽ കാണുന്ന കാനൽ ജലഭ്രമം മരുഭൂമി തന്നെ. കയറിൽ കാണുന്ന സർപ്പഭ്രമം, അവിടെ സർപ്പമില്ല, കയറ് തന്നെ. അപ്പോൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ബ്രഹ്മമായി കാണണം. പലതില്ല, ഒരേ ബ്രഹ്മം.
മരുഭൂമിയിൽ കാനൽ ജലം കാണും പോലെ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ ഭ്രമം ഉളവാക്കിയിരിക്കുന്നു. അറിവിലിരുന്ന് അസദസ്തി എന്ന് അസംഖ്യമുണ്ട് ഇല്ല എന്നിങ്ങനെ അസംഖ്യം പൊരിയിളകി വെറും ഭ്രമരൂപത്തിൽ പൊരിയിളകി ഭുവനം സ്ഫുരിക്കയാലേ ഭുവനമുണ്ടെന്ന് തോന്നുന്നത് കൊണ്ട് അറിവിനെ വിട്ടൊരു വസ്തു അന്യമില്ല. വെള്ളത്തിൽ നിന്നും കുമിളകൾ, നിരകൾ, നിരവധി കാഴ്ചകൾ, വെള്ളമല്ലാതെ വേറെ എന്താ? ഗുരുദേവൻ ഈ കാര്യകാരണഭാവം തൻ്റെ സകല കൃതികളിലും അത്ഭുതകരമായി വിവരിച്ചിട്ടുണ്ട്. കാരണത്തിൽ നിന്നും രൂപം കൊള്ളുന്ന കാര്യം കാരണം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ റോ മെറ്റീരിയൽ, അസംസ്കൃത വസ്തു. അതിൽ രൂപം കൊള്ളുന്ന കാര്യം കാരണം തന്നെയാണ് അന്തിമ വിശകലനത്തിൽ. പ്രപഞ്ചം രൂപം കൊള്ളാൻ ഭാവിച്ചപ്പോൾ ബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റൊന്നുമില്ലായിരുന്നു. അഖണ്ഡ ബോധവസ്തു. അതിൽ രൂപം കൊണ്ട ഭ്രമമാണ് പ്രപഞ്ചം. അതിൽ രൂപം കൊണ്ടത് അത് തന്നെയാണ്. മരുഭൂമിയിൽ രൂപം കൊണ്ട കാനൽ ജലം മരുഭൂമി തന്നെയാണ്. അതാണ് അറിവിലിരുന്ന്. അറിവ് ബ്രഹ്മമാണ്. ബ്രഹ്മത്തിന് ഗുരുദേവൻ മലയാളത്തിൽ പറയുന്ന വാക്കാണ് അറിവ്, ബോധം. അറിവിലിരുന്ന് അസദസ്തി എന്ന് അസംഖ്യം പൊരിയിളകി ഭുവനം സ്ഫുരിക്കയാലെ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നത് ഈ ബോധത്തിൽ നിന്ന് ഉണ്ട് ഇല്ല എന്ന സങ്കല്പങ്ങളിൽ കൂടെ വന്നു ചേർന്ന ഒരു ഭ്രമമാണ്. അതുകൊണ്ട് അറിവിനെ വിട്ടൊരു വസ്തു അന്യമില്ല, അറിവല്ലാതെ മറ്റൊരു വസ്തുവും ഇവിടെയില്ല എന്നറിയണം. നമ്മളതറിയണം. ഇതറിയാൻ എന്താ? ജഡസാമഗ്രികൾ നേടാൻ രാപകൾ മരണത്തെപ്പോലും വകവയ്ക്കാതെ പ്രവർത്തിക്കുന്നു. ഒടുവിൽ ദുരന്തത്തിൽ ചെന്ന് അവസാനിക്കുന്നു. ഒന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ശരീരം പോലും ഇവിടെ ഇട്ടിട്ട് പോകണം. അതൊക്കെ നടക്കട്ടെ, അത് വേണ്ടെന്ന് പറയുന്നില്ല. വേദാന്തം ഒരിക്കലും കർമ്മത്തെ വേണ്ടെന്ന് പറയുന്നില്ല. സാക്ഷാത്കാരം കിട്ടിയാൽ പോലും കർമ്മം ചെയ്യാം. നാടകം, ഒന്നാന്തരം നാടകം. പക്ഷെ ഇതുറപ്പിക്കൂ, നല്ല കാലം മുതൽ ഈ സത്യം ഇവിടെ ഒന്നേ ഉള്ളൂ. അസ്ഥി അസ്ഥി എന്നു സകലോപരി നിൽപ്പത് ഒന്നേ സത്യം. അദ്വൈത ജീവിക ഉണ്ട് എന്നിങ്ങനെ ഉണ്മ അനുഭവിച്ചുകൊണ്ട് എല്ലാ പ്രപഞ്ച ദൃശ്യങ്ങൾക്കും ഉപരി നിൽക്കുന്ന ഉണ്ടെന്ന് പറഞ്ഞെങ്കിലേ ദൃശ്യം ഉണ്ടാവൂ. ആ സത്യം ഒന്നു മാത്രമാണ് ഇവിടെ ഉള്ളത്. അസ്ഥ്യസ്ഥി എന്നു സകലോപരി നിൽപ്പത് ഒന്നേ സത്യം. സമസ്തവും അനിത്യം അസത്യമാകും. പലത് കാണുന്നത് ഉള്ളതല്ല, അതൊക്കെ ഒരേ വസ്തു. ബാക്കി പലതുണ്ടെന്ന് തോന്നുന്നത് അസത്യം, അനിത്യം. അതനിത്യമാണ്, അസത്യമാണ്. ഇപ്പോൾ ഒന്നേ സത്യം, സമസ്തവും അനിത്യം അസത്യമാകും. മൃത്തിൻ വികാരമിതസത്യം. അതിങ്കലൊക്കെ വർത്തിപ്പതോർക്കിലൊരു മൃത്തിതു സത്യമത്രേ. മണ്ണുകൊണ്ട് ആയിരം പാത്രങ്ങളും മറ്റും ഉണ്ടാക്കി വച്ചിരിക്കുന്നു. ആയിരം സാധനങ്ങളുണ്ടെന്നാണോ ഇതിനർത്ഥം? ചിന്തിക്കുന്ന ഒരാൾക്ക് ഒരൊറ്റ സാധനം മണ്ണ്. ഇനിയൊരു 10,000 നാമരൂപങ്ങൾ മണ്ണിൽ ഉണ്ടാക്കി വെച്ചാലും വസ്തുമണ്ണ് മാത്രം. ഇത് ശാസ്ത്രീയമായി ചിന്തിച്ചുറപ്പിക്കണം. ഇത് ശാസ്ത്രീയ സത്യമാണ്. ബോധമുണ്ടെങ്കിലേ ജഗത്തുള്ളൂ, മണ്ണുണ്ടെങ്കിലേ പാത്രങ്ങളുള്ളൂ. മണ്ണില്ലയോ പാത്രങ്ങളില്ല. അതുകൊണ്ട് പാത്രങ്ങളൊക്കെ മണ്ണ് തന്നെയാണ്. ബോധമുണ്ടോ ജഗത്തുണ്ട്, ബോധമില്ലേ ജഗത്തില്ല. അതുകൊണ്ട് ഈ ജഗത്ത് മുഴുവൻ ബോധമാണ്, ഒരേ ഒരു വസ്തു. ഈ ശാസ്ത്രീയ സത്യം ബുദ്ധിക്കെങ്കിലും പിടികിട്ടിയാൽ ഇന്ന് ലോകമെമ്പാടും ഇളകി മറിയുന്ന ഈ മറിച്ചിലൊക്കെ ശാന്തമാകുമായിരുന്നു. പക്ഷെ അത് സംഭവിക്കാൻ സാധ്യമല്ല. മായ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മായയുടെ ജോലിയാണ്, അത് തുടരും. നമുക്കിത് പറ്റുമോ? ഓരോരുത്തർക്കും ഇത് നല്ല ഉറപ്പ് വന്നത് കൊണ്ടാണ്. അല്ലാതെ വെറും കുറേ മുദ്രാവാക്യങ്ങൾ ജനങ്ങൾക്ക് നൽകാം എന്ന് വെച്ചിട്ടൊന്നുമല്ല ഗുരുദേവൻ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞു. ഇവിടെ ഒരു വസ്തുവേ ഉള്ളൂ. പിന്നെന്ത് ജാതി, പിന്നെന്ത് ദൈവം?
പിന്നെന്ത് മതം? ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും സോദരത്വേന. ഈ പരബ്രഹ്മ സത്യം, അതിൻ്റെ മുമ്പിൽ എന്ത് ജാതി? മനുഷ്യർക്ക് മാത്രമല്ല, മൃഗങ്ങൾക്കും പക്ഷികൾക്കും ചെടികൾക്കും പോലും ഒരു ജാതിയും ഇല്ലിവിടെ. ജാതിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത് വെറും നാമരൂപഭ്രമം, വസ്തുബോധം. ബോധമില്ലെങ്കിൽ പക്ഷിയില്ല, മൃഗമില്ല, ചെടിയില്ല, മൺകട്ടയില്ല, സൂര്യനില്ല, ചന്ദ്രനില്ല. അതുകൊണ്ട് ഒക്കെ ബോധം, പരമാവധി ബോധമത്രേ. ഞാൻ ഇത്രയും വിവരിച്ചത് നിതരാം നിർവേദമാപദ്യ, നല്ല ഉറപ്പുവരണം. കർമ്മമയമായ ജഡബന്ധങ്ങളെ ആശ്രയിച്ച് ഒരു ചക്രവർത്തിയും ഈ ലോകത്ത് കാര്യമായ സുഖമനുഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ അതിനെന്ത് വേണം? സദ്വിദ്വാൻ. ഈ സത്യം ജീവിതത്തിൽ പകർത്തു, നിരന്തരം അഭ്യസിക്കൂ. കൃഷ്ണൻ പറയും പോലെ സർവേഷു കാലേഷു മാം അനുസ്മര യുദ്ധ്യച്ച. തൽക്കാലം കർമ്മമൊന്നും മാറ്റിവെക്കണ്ട. യുദ്ധമാണെങ്കിൽ അർജുന യുദ്ധം മാറ്റിവെക്കണ്ട. പക്ഷെ നീ ഈ യുദ്ധം ചെയ്യുമ്പോഴും ഭീഷ്മരെയും ആരെയും കൊല്ലുന്നില്ല, ആരും മരിക്കുന്നില്ല. 2-ാം അധ്യായം ആദ്യം കൃഷ്ണൻ പറയുന്നതല്ലേ, നജായത്തെ പ്രിയത്തെ കഥാച്ച്. ഒരിക്കലും കൂടെ ആരും ജനിക്കുന്നില്ല, മരിക്കുന്നില്ല. മുഴുവൻ ഭ്രമം അർജുന. നീ ഭീഷ്മരെ കൊന്നുകളയും, അല്ലേ? ഇതൊക്കെ നിന്റെ ഭ്രമം. നീ വിചാരിച്ചാൽ ഇവിടെ ഒന്നും ആരെയും കൊല്ലാനും സാധ്യമല്ല. ഈ കളി പണ്ടേ നടക്കുന്നു, എന്നും നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. വെറും ഇന്ദ്രജാലം. ഇത് നല്ലവണ്ണം ഓർമ്മിച്ചിട്ട് കർമ്മരംഗത്തുടനീളം ഞാൻ നോക്കിയിട്ട് എനിക്ക് പ്രയാസം തോന്നുന്നില്ല. ആരോടും പറയണ്ട. നമ്മൾ കാലത്തെ എണീക്കുന്നു, കർമ്മത്തിലേർപ്പെടുന്നു. മഹാഭാരതത്തിലെ ധർമ്മവ്യാധനെ പോലെ ഇറച്ചി വെട്ടിവിൽക്കല ജോലി. അദ്ദേഹം ഇറച്ചി വെട്ടിവിറ്റുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഈ സത്യം ഉൾക്കൊണ്ടു. ഇറച്ചി ബ്രഹ്മം, വെട്ടുന്ന കത്തി ബ്രഹ്മം, ഞാൻ ബ്രഹ്മം, സർവം ബ്രഹ്മമയം. നല്ല ഉറപ്പായി. അതാണ് ഗുരുദേവൻ സദ്വിദ്വാൻ. ആ സത്യത്തെ അറിയാൻ ശ്രമിക്കൂ. വേറെ ഇവിടെ ഒരു മാർഗവുമില്ല. അത് ഈ കർമ്മം ചെയ്യുമ്പോൾ തന്നെ ആവാം. ശാസ്ത്രീയ സത്യം ഏത് മഹാപാപിക്കും ഗ്രഹിക്കാം എന്നാണ് ഗീത പറയുന്നത്. നീ തൽക്കാലം പാപികളിൽ വെച്ച് അങ്ങേയറ്റത്തെ പാപിയാണെന്ന് വെച്ചോ അർജുന. ഈ ശാസ്ത്രം ഗ്രഹിക്കാൻ പാപമൊന്നും തടസ്സമല്ല. നീ ഇതൂടെ കൂട്ടിച്ചേർക്കൂ. എന്താ? സർവം ബ്രഹ്മമയം, ഒക്കെ ഈശ്വരമയം, ഈശാവാസ്യമിതം സർവം എന്ന ശാസ്ത്ര സത്യം കൂടെ കൂട്ടിച്ചേർത്ത് കുറച്ച് അഭ്യസിക്കൂ. അഭ്യസിച്ചാൽ എന്താ ഗുണം? സകല ഭേദചിന്തയും പോവും. ഭേദചിന്തയില്ല. എന്താ? ഒരേ വസ്തു. ഗുരുദേവൻ രമണ മഹർഷിയെ സന്ദർശിച്ചിട്ട് അവിടുത്തെ വിസിറ്റേഴ്സ് ഡയറിയിൽ നിർവൃതി പഞ്ചകം എഴുതിയിട്ടു. അവിടുത്തെ വിസിറ്റേഴ്സ് ഡയറിയിൽ ഗുരുദേവ കൃതികളിലുണ്ട് നിർവൃത്തി പഞ്ചകം. യാതൊരു ഭേദചിന്തയ്ക്കും അനുമതി കൊടുക്കാത്ത പഞ്ചകമാണ്. കർമ്മമെന്ന നിലയിലോ വസ്തുഭേദമെന്ന നിലയിലോ എന്താ? എല്ലാത്തിൻ്റെയും അവസാനം ഇത് ആര് ശീലിക്കുമോ അവർക്കേ നിർവൃതിയുള്ളൂ. ആഗച്ഛ ഗച്ഛമാഗച്ഛ പ്രവിശക്കൊന്നു ഗച്ഛസി ഇത്യാദി വാദോപരത്തിൽ യസ്യ തസ്യൈവ നിർവൃത്തി. കർമ്മത്തിൽ പോലും ഇങ്ങനെയുള്ള ഭേദമൊന്നുള്ളിൽ തോന്നരുത്. ഭേദമൊക്കെ കള്ളമാണ്. കർമ്മത്തിലായാലും ശരി, എവിടെ ആയാലും ശരി. ആ 5 പദ്യവും ഒന്ന് കാണാതെ വിളിച്ചു വെക്കുക. നിർവൃതി പഞ്ചകം. ആഗച്ഛ ഗച്ഛമാഗച്ഛ പ്രവിശക്കൊന്നു ഗച്ഛസി ഇത്യാദി വാദോപരത്തിൽ യസ്യ തസ്യൈവ നിർവൃത്തി. അവന് മാത്രമേ നിർവൃത്തിയുള്ളൂ. കർമ്മകാര്യങ്ങളിൽ പോലും ഈ ഭേദം വകവയ്ക്കരുത്. ഇവിടെ ഭേദമില്ല. അത്ര ഗംഭീരമാണ് ഗുരുദേവൻ്റെ അദ്വൈതാനുഭവം. ഇന്നും ഈ നിർവൃതി പഞ്ചകം രമണാശ്രമത്തിലെ വിസിറ്റേഴ്സ് ഡയറിയിൽ ഗുരുദേവൻ്റെ കൈപ്പടയിൽ എഴുതിയിട്ടത് അവിടെ കിടപ്പുണ്ട്. വേണമെങ്കിൽ അവിടെ പോകുന്നവർക്ക് ആ വിസിറ്റേഴ്സ് ഡയറി എടുത്ത് നോക്കി പരിശോധിക്കാം. ഞാനീ പറയുന്നത് നിർവേദമാപദ്യ. സ്വന്തം ശരീരം ഉൾപ്പെടെയുള്ള ജഡസാമഗ്രികളെ ആശ്രയിച്ച് ജീവിതം ധന്യമാക്കാം. ഇന്ന് വരെ ഏതെങ്കിലും ചക്രവർത്തിയുടെ ജീവിതം ധന്യമായിട്ടുണ്ടോ? ധന്യമായിട്ടുണ്ട്.
ഭാരതത്തിൽ അനേകം ചക്രവർത്തിമാരുടെ ജീവിതം ധന്യമായിട്ടുണ്ട്. ഭാഗവതത്തിൽ ഖണ്ഡ്വാങ്കൻ എന്നൊരു ചക്രവർത്തിയുണ്ട്. ഒടുവിൽ ദേവേന്ദ്രന് വേണ്ടി സ്വർഗത്ത് പോയി യുദ്ധം ചെയ്തു. ദേവേന്ദ്രന് ജയിക്കാൻ കഴിയാത്ത അസുരന്മാരെ അദ്ദേഹം ജയിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞു, ഇതാ സ്വർഗം മുഴുവൻ അങ്ങയുടെ കാൽപ്പാടുകളിൽ. അപ്പോൾ ഖണ്ഡ്വാങ്കൻ പറഞ്ഞു, എടോ, നിങ്ങളുടെ സ്വർഗത്തിൽ കിട്ടുന്നതിനേക്കാളും 1000 മടങ്ങ് ആനന്ദം ഞാൻ യുദ്ധം ചെയ്യുമ്പോൾ പോലും അനുഭവിക്കുന്നു. എനിക്ക് യുദ്ധം വെറും ഒരു നേരം പോക്ക് നാടകം അഭിനയിക്കുന്ന ആളിന് സുഖമല്ലാതെ മരണം അഭിനയിക്കുമ്പോൾ പോലും ഭംഗിയായിട്ട് അനുഭവിച്ചാൽ നാടകകാരൻ സുഖിക്കുന്നു. ഇതാണ് ഈ സത്യം മനസ്സിലാക്കിയാൽ ഈ ജീവിതത്തിന് വന്നു ചേരുന്ന മെച്ചം. ഭൗതിക ജീവിതം അങ്ങേയറ്റം വിജയിക്കുന്നു. ഖണ്ഡ്വാങ്കൻ അതൊക്കെ വിട്ടിട്ട് വീട്ടിൽ വന്നു. പിന്നെ ഒരു 2 നാഴിക നേരമേ തൻ്റെ ശരീരം വെച്ചുകൊണ്ടിരിക്കാൻ അനുവാദമുള്ളൂ. അതൊക്കെ അങ്ങ് വിട്ടു, സകലവും എല്ലാവരെയും ഏൽപ്പിച്ചു. എന്നിട്ട് ഖണ്ഡ്വാങ്കൻ പറയുന്നു, ബാല്യേപി മധുര മഹ്യമധർമ്മേ രമതേ ക്വചിത് മാഹ ഉത്തമ ശ്ലോകാത് അന്യത് കിഞ്ചന വസ്തുഹം. ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ ജഗദീശ്വരനെ അല്ലാതെ മറ്റൊന്നിനെയും കണ്ടിട്ടില്ല. ഇതാ ആ കാഴ്ചയോടുകൂടി യുദ്ധം ചെയ്തു, രാജ്യം ഭരിച്ചു, ഒക്കെ ചെയ്തു. ഒടുവിൽ മരണം എല്ലാം വിട്ടു. അതാണ് നേരത്തെ ഇത് ഉറപ്പിച്ചിട്ടുള്ളത് കൊണ്ട് അങ്ങനെ ഒരു അവസരം വരും. എല്ലാം മനസ്സിലൊന്നുമില്ല, ബ്രഹ്മം മാത്രം. ആനന്ദമഗ്നനായി ശരീരം ഉപേക്ഷിച്ചു. എഴുത്തച്ഛൻ തന്നെ പറയാറില്ലേ, ഖണ്ഡ്വാങ്കനെന്ന ധരണീശന്നു കൺകുരു മുഹൂർത്തേന നീ ഗതി കൊടുപ്പാനും എന്ത് വിധി. മരണം വരുന്നുവെന്ന് തോന്നി, അത് ശരീരം പോകുന്നു തോന്നി, ഇനി യാതൊന്നുമില്ല ബ്രഹ്മം. പണ്ടേ അങ്ങനെ തന്നെ ഒരു പ്രയാസവും കൂടാതെ ശരീരം ഉപേക്ഷിച്ചു. അപ്പം ഞാൻ ഇത്രയും വിവരിച്ചത് ഈ നിർവേദം, ഈ ജഡസാമഗ്രികൾ കൊണ്ട് ജീവിതം സഫലമാവില്ല എന്ന് വിചാരിച്ചുടനെ അതൊന്നും വിടണമെന്നൊന്നുമല്ല. വേഷം ഇരിക്കട്ടെ, പിന്നെ എന്ത് വേണം? അവയൊക്കെ ഇരിക്കവേ തന്നെ സദ്വിദ്വാൻ, സത്യത്തെ അറിഞ്ഞനുഭവിക്കണം. വെറുതെ ബുദ്ധി കൊണ്ടറിഞ്ഞാൽ പോരാ, ഞാൻ ബോധമാണ് എന്നറിഞ്ഞാൽ പോരാ, പൂർണ്ണമായും അത് അനുഭവിക്കണം. എങ്ങനെ അനുഭവിക്കാൻ? കാണുന്നിടത്തൊക്കെ ബോധമേ ഉള്ളൂ എന്നുറപ്പ് വരുത്തുക. അതുറപ്പ് വരും തോറും ഭേദചിന്തകൾ പോവും, ജാതി മത ഭേദചിന്തകളൊക്കെ പോവും, രാഗദ്വേഷങ്ങൾ കുറയും. രാഗദ്വേഷങ്ങൾ കുറയുന്നതോടെ ഞാനെന്ന ബോധം ക്രമേണ ആനന്ദം പെരുകി ലോകമെങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധമാണ് എന്നനുഭവിക്കാറാവും. അപ്പോഴാണ് ഗുരുദേവൻ അനുഭൂതി ദശയിൽ പറയും പോലെ ഒരാനന്ദ കടൽ പൊങ്ങി താനേ പായുന്നിതാ പരന്നൊരു പോൽ. സർവത്ര നമ്മുടെ മനസ്സിൽ ആനന്ദമാണെങ്കിൽ പുറത്ത് സർവത്ര ആനന്ദം. ഒരാനന്ദ കടൽ പൊങ്ങി ഇതാ സർവത്ര നിൽക്കുന്നു. ജ്ഞാനം കൊണ്ട് ഇതിലേറാനന്ദ മാർഗം ഈ ജ്ഞാനം ഉറപ്പിക്കൂ. ഇതാ ഇപ്പോൾ ഉറച്ചോ, ഇപ്പോഴാനന്ദം. സർവം ബ്രഹ്മമയം ഈശാവാസ്യമിതം സർവം. ഇവിടെ ഈശ്വരനല്ലാതെ മറ്റൊന്നുമില്ല, ഒന്നുമില്ല. ഈ ശാസ്ത്ര സത്യം ഉള്ളിൽ ഉറപ്പ് വന്നു, ആനന്ദം മാത്രം. ആ നിമിഷം മനസ്സിലാകും, ഞാൻ ജനിച്ചിട്ടില്ല, പിന്നെയാണോ ഇനി ജനിക്കാൻ പോകുന്നത്? ജനിച്ചിട്ടില്ല, ഞാൻ മരിക്കില്ല, ഞാൻ ആനന്ദനിധിയാണ്. അതിനുവേണ്ടിയാണ് ഗുരുദേവൻ സദ്വിദ്വാൻ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. നമ്മൾ നാളെ ആ 2 ചോദ്യങ്ങൾക്കുള്ള ശാസ്ത്രീയമായ ഉത്തരം, ഞാൻ ആര്, ഈ ജഗത്ത് എവിടെ നിന്ന് വന്നു എന്ന ശാസ്ത്രീയമായ ഉത്തരം 2-ാം ശ്ലോകം ചർച്ച ചെയ്ത് മനസ്സിലാക്കും. അത് ശാസ്ത്രീയമാണോ എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം. ഇനി വരുന്ന 8 ദിവസവും കൃത്യം 6 മണിക്ക് നമ്മൾ ക്ലാസ് തുടങ്ങും. കൃത്യം 6 മണിക്ക് അവസാനിപ്പിക്കുന്നത് മിക്കവാറും 7:15 അവസാനിപ്പിക്കുകയും ചെയ്യും. നമുക്കെല്ലാം കുറേശ്ശെങ്കിലും ഈ അദ്വൈത സത്യം ഉറപ്പു വരാൻ ഗുരുദേവൻ അനുഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും
അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രണാമം.